തക്കാളി നടന്ന് നോക്കാൻ പോകുന്നത് ഗ്രോ ബാഗിലാണ്. നമുക്ക് നേരെ വീഡിയോ നടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇത് മണ്ണാണ്, പൊടിമണ്ണ് എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ചരലൊക്കെ വേണം. പിന്നെ ഇത് കുറച്ച് എല്ലുപൊടിയാണ്. ഇത് നല്ല ഈ ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ്. അതുപോലെ ഇത് കുറച്ച് ചകിരിച്ചോറാണ്. ഇതിട്ട് കഴിഞ്ഞാൽ വേരിൻ്റെ വളർച്ച കൂടുകയും അതിൻ്റെയൊക്കെ ഇതൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും വേര്. പിന്നെ ഇത് കുറച്ച് ഈ ഓട് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചേക്കുന്നത്. ഇതും വേരിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഈ ഗ്രോ ബാഗിലാണ് നമ്മൾ നടാൻ പോകുന്നത്. ഏകദേശം 15 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഈ ഓട് പൊട്ടിച്ച് ആ പീസുകൾ എടുത്ത് ഇതിനകത്തോട്ട് ഇടണം. കറക്റ്റായിട്ട് പൊങ്ങിയും താഴുകയും ചെയ്യാതെ വൃത്തിയായിട്ട് എല്ലാ സൈഡുകളിലും എത്തണം ഇതിൻ്റെ അകത്തൊക്കെ. അതിനുശേഷം കുറച്ച് ഈ ചകിരിച്ചോറ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെക്കണം. കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഇത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ചകിരിച്ചോറ്. നമുക്ക് വീട്ടിലുണ്ടാക്കണം. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ നേരത്തെ ഇതൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നട്ടപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഈ തക്കാളിൻ്റെ തയ്യൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ ഞാനിത് ഈ അറിവ് പകർന്നു തരുന്നത്. നമുക്ക് നോക്കാം. ഇതങ്ങനെ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഈ മണ്ണും ഈ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ആദ്യം ഈ മണ്ണ് ഇങ്ങോട്ട് കുറച്ച് എല്ലുപൊടി എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. വേണം നല്ലതായിട്ട് എല്ലാ വശത്തേക്കും മിക്സ് ചെയ്യണം. നമുക്കപ്പോൾ ഇതെല്ലാം നനച്ചിട്ട് ചെയ്ത് തൈ നടാൻ നോക്കാം. അടുത്തോട്ട് പോവാം. കണ്ടോ, അപ്പോൾ നനച്ച് മണ്ണിൻ്റെ കട്ടി കുറച്ച് കൊടുക്കണം. ഇങ്ങനെ നനയ്ക്കുന്നതിലൂടെ ഈ എല്ലുപൊടിയും മണ്ണും ഒക്കെ ആയിട്ട് മിക്സ് ആകാൻ വേണ്ടി സഹായിക്കും. കൂട്ടുകാരെ, നമ്മളിത് നേരത്തെ പാകി വെച്ചതാണ് ഈ ഇതിൻ്റെ തക്കാളി തൈ. അപ്പോൾ നമുക്ക് പതുക്കെ ഒരു തൈ എടുക്കാം. ഇങ്ങനെ വേരൊക്കെ പൊട്ടാതെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. പതുക്കെ പൊട്ടും. 2 എണ്ണം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം എന്തായാലും വെക്കാം. നമ്മളിത് നടാൻ പോവാണ്. നമുക്ക് നോക്കാം. വാ, ചെറിയൊരു കുഴി ഇങ്ങനെ എടുക്കണം ഫസ്റ്റ്. അതിൻ്റെ അകത്തോട്ട് ഇത് പതുക്കെ ഇച്ചിരി കുഴി നല്ലതായിട്ട് ആഴത്തിലോട്ട് എടുക്കണം. അതിനുശേഷം ഈ തൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് പതുക്കെ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇവിടെ ആക്കിയിട്ട് അമക്കി വെക്കണം. ഈ വെള്ളം ഒഴിക്കുന്നതിനോട് നമുക്ക് ഇങ്ങനെ കുടിക്കാനൊക്കെ എളുപ്പം കിട്ടും. അതുപോലെ ഉറച്ച് വരുന്നോളും. ഞാൻ ഫാർമിങ്ങിൻ്റെ വീഡിയോകളൊക്കെ ഇനി കുറേ ഇടുന്നുണ്ട്. വേറെ തൈകളൊക്കെ നടുന്ന വീഡിയോ ഞാൻ ഇടും. അപ്പോൾ നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറൊക്കെ അടിച്ച്. ഓക്കെ, ഈ കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നെപ്പോലെ വളർന്നു വരുന്ന പിള്ളേർക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളിത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തുകൊണ്ട് വെക്കാം. ആ മഴയൊക്കെ ഇപ്പോൾ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി മഴയൊക്കെ പെയ്യുന്ന സ്ഥലത്തോട്ട് വെക്കാതിരിക്കുക. ഇത് തണലത്ത് വെക്കുന്നുണ്ട്. ഞാൻ പകലെടുത്ത് സൂര്യവെളിച്ചമൊക്കെ ഒന്ന് പൊളിച്ചാൽ മതി. മഴയൊക്കെ ഇതിൻ്റെ വേരൊക്കെ ഉറച്ച് കഴിഞ്ഞ് നമുക്ക് മഴയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയൊരു ഷെഡാണ്. ഇവിടെ എൻ്റെ സൈക്കിൾ വെക്കും. എൻ്റെ പപ്പ ജോലി ചെയ്യുന്ന വണ്ടി ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ വെക്കുന്നത്. തൽക്കാലം നമ്മൾ തൈ മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തൈ വെച്ചത്. ഇനിയിപ്പോൾ മഴവെള്ളം ഒത്തിരി അടിക്കത്തൊന്നുമില്ല ഇങ്ങോട്ട്. അതുകൊണ്ട് ഇത് ഉറച്ചിരുന്നോളും. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ വേറെ കുറയ്ക്കും. ആ സമയം നിങ്ങൾക്ക് എടുത്ത് പുറത്ത് വെക്കാം. പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് കൃഷികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനൊക്കെ എൻ്റെ പപ്പ നട്ടതാണ്. ചെറിയ ചെടികളെല്ലാം ഞാൻ നട്ടതാണ്. കറ്റാർവാഴയൊക്കെ എൻ്റെ അമ്മയാണ് നട്ടത്. ഇത് ഞാൻ നട്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്താ വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു പേരയാണ്. ഇതിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നട്ടതാണ്. അതുപോലെ തന്നെ അവിടെയൊക്കെ കുറേ കൃഷികളുണ്ട്. വാഴയുണ്ട്, ഇങ്ങനത്തെ ഈ ചെറിയ പൂവുള്ള മഞ്ഞപ്പൂവുള്ള ചെടികളുണ്ട്, ചീരയുണ്ട്. ചീര കൃഷിയുണ്ട്. ഇത് ഞാനും എൻ്റെ പപ്പയും കൂടെ ഒരുമിച്ച് വാങ്ങിയതാണ്. മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതോട് പരിചയപ്പെടുത്താം. അതാണ്ട് ഇതിൻ്റെയൊക്കെ തൈ നട്ട് വെക്കുന്ന വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇതൊക്കെ നമ്മളിത് നട്ട് വെക്കാൻ പോകുന്നത്. ഇന്ന് കണ്ടത് എല്ലാവരും സാധാരണ വെക്കുന്നവരാണ്. പക്ഷേ ഞാനിത് വേറെ രീതികളിലൊക്കെ നിങ്ങൾക്ക് വെച്ച് നിങ്ങളുടെ മുമ്പിൽ
കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെ തിന്നുന്ന വാഴപ്പഴമാണ്. ഇത് വളരെ നല്ല ഗുണമൊക്കെ ഉള്ളതാണ്. ഷുഗർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ലേ കാണാം. നിങ്ങൾ ഇതൊക്കെ വീട്ടിൽ ഇറക്കി പരീക്ഷ നോക്കുക. അവധിക്കാലമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഡെയിലി നിങ്ങൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരമുള്ളതാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ബെൽ ബട്ടണോട് അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പീസ് ഔട്ട്.